സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി സിപിഎം മന്ത്രിമാർക്കിടയിൽ അവകാശ തർക്കം. പണം മുടക്കിയ തദ്ദേശ വകുപ്പിനെ അവഗണിച്ചെന്നും പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് ഹൈജാക്ക് ചെയ്തു എന്നുമാണ് എം.ബി. രാജേഷിന്റെ പരാതി. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് ഈ തർക്കത്തെ തുടർന്നാണെന്നാണ് സൂചന. എം.ബി. രാജേഷ് മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചിട്ടുണ്ട്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ പദ്ധതിയിലെ വലിയൊരു പങ്ക് തുക മുടക്കിയത് തദ്ദേശ വകുപ്പായിരുന്നു. പക്ഷേ പണി കഴിഞ്ഞു വന്നപ്പോൾ അത് മുഴുവൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ക്രെഡിറ്റിലേക്ക് പോയതിലാണ് പ്രശ്നമിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒപ്പം ഈ പദ്ധതി വൈകുന്നതിൽ പരാതി പറയുകയും അതിനുവേണ്ടി ഫോളോ അപ്പ് നടത്തുകയും ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരൊക്കെ പരിസരത്തുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും തദ്ദേശ വകുപ്പിന്റെയും പരാതി? തദ്ദേശ വകുപ്പിന്റെ പദ്ധതിയായിരുന്നു. കേന്ദ്ര സഹായമുണ്ട്. നഗരസഭയ്ക്കും തദ്ദേശ വകുപ്പ് തിരുവനന്തപുരം നഗരസഭയ്ക്കും നിർണായകമായ റോൾ ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പ്രചരണം വന്നപ്പോൾ അത് പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതി എന്ന് സ്ഥാപിക്കുന്നതിനുള്ള പ്രചരണമായിരുന്നുവെന്ന അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാനവീയം വീഥിയിൽ ആ പരിപാടി ഉദ്ഘാടകനായി തീരുമാനിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അവസാന നിമിഷം പിന്മാറി. നമ്മളന്ന് മുഖ്യമന്ത്രി ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ജലദോഷവും നിരന്തര യാത്രകളെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം മന്ത്രി എം.ബി. രാജേഷിന്റെ അതൃപ്തി എന്നാണ് സൂചന. തദ്ദേശ വകുപ്പിന്റെ പരിപാടിയിൽ അമിത പ്രാധാന്യം നൽകുകയും ഉദ്ഘാടന ചടങ്ങ് തന്നെ പൊതുമരാമത്ത് വകുപ്പും പൊതുമരാമത്ത് മന്ത്രിയും ഹൈജാക്ക് ചെയ്യുകയുമായിരുന്നു എന്ന പരാതി മന്ത്രി എം.ബി. രാജേഷിനും തദ്ദേശ വകുപ്പിനും ഉണ്ടായിരുന്നു. ഇത് തദ്ദേശ വകുപ്പ് മുഖ്യമന്ത്രി എം.ബി. രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് അറിയിച്ചു. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിന്മാറിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പകരം അത് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്തുള്ള മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. നമുക്കറിയാം, നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം എഴുതുന്നതിന്റെ പരാതി പരസ്യമായും നിയമസഭയിലും ഒക്കെ ഉന്നയിച്ചിരുന്നു. വലിയ തർക്കമായത് പിന്നീട് കടകംപള്ളിക്കും മുഹമ്മദ് റിയാസിനും ഇടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും ഈ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് എന്നതിന്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അതിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന വകുപ്പിന്റെ മന്ത്രിയായ എം.ബി. രാജേഷും ആ വകുപ്പും ശ്രമിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ശ്രമിച്ചു എന്ന പരാതിയാണ് ഉയരുന്നത്. അരുൺ പറഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം. എന്തായാലും തർക്കത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. തദ്ദേശ വകുപ്പ് ആണ് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. തദ്ദേശ വകുപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു തുക മുടക്കിയത്. പക്ഷേ പദ്ധതിയുടെ ഉദ്ഘാടനം വന്നപ്പോൾ അത് പൊതുമരാമത്ത് വകുപ്പിന്റേതായി മാറി എന്നതാണ് പരാതി. മറ്റു